അങ്ങനെ ഗോട്ട് അഥവാ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന സിനിമ റിലീസായിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് കിടക്കാം. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. സോ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഫാൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഈ റിവ്യൂ കണ്ട കുറച്ചുകൂടി നന്നായിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഗോട്ട് ഒരു ആവറേജ് പടമായിട്ടാണ് തോന്നിയത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സിനിമയുടെ ലെങ്ത് ആണ്. ഏതാണ്ട് 3 മണിക്കൂറോളമാണ് ഈ സിനിമയുടെ ലെങ്ത്. എന്നാൽ അതിന് മാത്രം ലെങ്ത് ഈ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. വെങ്കട്ട് പ്രഭുവിന്റെ എല്ലാ സിനിമകളും ഫാസ്റ്റ് പേസിലാണ് കഥ പറഞ്ഞു പോകാറുള്ളത്. ഗോട്ടിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ സിനിമയുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ്. ആക്ഷൻ സീൻസ് ഒക്കെ വളരെ വേഗത്തിലാണ് കടന്നു പോകുന്നത്. എന്നാൽ അവയിൽ ചില ആക്ഷൻ സീൻസ് ഒക്കെ പടത്തിന്റെ കഥയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല എന്നതാണ് സത്യം. ജസ്റ്റ് ഞങ്ങൾ കുറച്ച് ആക്ഷൻ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്ക് എന്ന് പറയുന്ന പോലെയാണ് പടത്തിൽ ചില ആക്ഷൻ സീനുകളൊക്കെ കടന്നു വരുന്നത്. പാട്ടിന്റെ കാര്യം നോക്കിയാലും സോങ് പ്ലേസ്മെന്റിലും വലിയ ശ്രദ്ധ കൊടുത്തിട്ടില്ല. കഥയുടെ സിറ്റുവേഷൻ അനുസരിച്ച് പാട്ട് പ്ലേസ് ചെയ്യുന്നതിന് പകരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സോങ്സ് കുത്തി കയറ്റി വെച്ചിരിക്കുകയാണ്. ഫാമിലിക്കൊപ്പമുള്ള 2 പാട്ടുകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി പാട്ടുകളൊക്കെ തോന്നിയ പോലെയാണ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ യങ് വിജയുടെ റൊമാൻറ്റിക് സോങ് ഒക്കെ പാട്ട് വെക്കണല്ലോ എന്ന് കരുതി വെച്ച പോലെയാണ് നമുക്ക് തോന്നുക. അത് ഈ പാട്ടിന് മുമ്പായി വിജയുടെ ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട്. കേട്ട് പഴകിയ ഒരു കഥ ആയതുകൊണ്ട് തന്നെ സ്റ്റോറി മൊത്തം പ്രഡിക്റ്റബിൾ ആയിരുന്നു. ആ സീനൊക്കെ എപ്പോ വരും എന്നുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീട് അങ്ങോട്ട്. പിന്നെ യങ് വിജയുടെ VFX, ആ കഥാപാത്രം സ്ക്രീനിൽ വരുമ്പോ അതൊരു VFX ക്യാരക്ടർ ആണല്ലോ എന്ന ചിന്തയാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. സോ ആ ക്യാരക്ടറിനെ കഥയോട് ചേർത്ത് നിർത്താൻ സാധിക്കുന്നില്ല. പിന്നീടുള്ളത് വിജയകാന്ത് സാറിന്റെ AI വേർഷനാണ്. വളരെ ബ്രില്യന്റ് ആയി തന്നെ ആ സീൻ വെങ്കട്ട് പ്രഭു എടുത്തു വെച്ചിട്ടുണ്ട്. ആക്ഷൻ കൊറിയോഗ്രഫി അടിപൊളിയായിരുന്നു. 2 കഥാപാത്രങ്ങളെയും ഡിഫറന്റ് ആയി കാണിക്കാൻ വേണ്ടി വിജയ് സൗണ്ട് മോഡുലേഷനിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷെ യങ്ങായ വിജയ് ക്യാരക്ടറിൽ എടുത്തു നിൽക്കുന്ന ടെക്നിക്കൽ പോരായ്മകൾ ആ എഫേർട്ടിനെ ഇല്ലാതാക്കി കളഞ്ഞു. സിനിമയിലെ ക്യാമിയോ അപ്പിയറൻസ് ഒക്കെ കിടലിനായിരുന്നു. അതെല്ലാം ഈ പടത്തിന്റെ ഗ്രാഫ് ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ സാധാരണ ഒരു മാസ് ആക്ഷൻ പടത്തിൽ നമ്മളൊക്കെ ഒരു ഗംഭീര ക്ലൈമാക്സ് ആണ് പ്രതീക്ഷിക്കുക. വിജയന്റെ പടമാകുമ്പോൾ പ്രതീക്ഷ ഒന്നുകൂടി കൂടെ ഉള്ളൂ. പക്ഷെ ഗോട്ടിന്റെ ക്ലൈമാക്സ് വളരെ സിമ്പിൾ ആയി പോയി. പിന്നെ ഇത്തരം ഒരു മാസ് പടത്തിൽ വില്ലൻ കിടലിനായാലേ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇവിടെ മൈക്ക് മോഹനാണ് വില്ലൻ. അയാളെ ഒരു മാസ് വില്ലൻ ആയൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ മാസാക്കി കാണിക്കുന്ന സീനൊന്നും ഈ സിനിമയിൽ ഇല്ല. വെങ്കട്ട് പ്രഭു ഈ സ്ക്രിപ്റ്റ് 2 ഹീറോസിനെ വെച്ചെടുക്കാനാണ് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ഡബിൾ റോളിന് പകരം ഇതൊരു മൾട്ടി സ്റ്റാർ പടമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ VFX ഇഷ്യൂസ് ഒക്കെ ഇല്ലാതാക്കായിരുന്നു. മാത്രമല്ല അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിട്ട് മാറുമായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഗോട്ട് എനിക്ക് ഒരു ആവറേജ് പടമായിട്ടാണ് തോന്നിയത്. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സോ ഗോട്ട് സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ പടത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. A lion is always a lion.